ഓം ശാന്തി ശാന്തി ശാന്തി. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന പർവ്വതശ്രേഷ്ഠനാണ് മഹാമേരു. മഹാമേരുവിന്റെ മുകളിൽ സ്വർഗലോകവും താഴെ പാതാളവും മധ്യഭാഗം ഭൂതലവുമാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. സൂര്യനും ചന്ദ്രനും മഹാമേരുവിനെ വലം വയ്ക്കുന്നു. സപ്തർഷികൾ നക്ഷത്രങ്ങളായി മഹാമേരുവിൽ ഉദിച്ചസ്തമിക്കുന്നു. സൂര്യചന്ദ്രന്മാർ അനുദിനം മഹാമേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്നു. 33 ദേവന്മാർ മഹാമേരുവിൽ അധിവസിക്കുന്നു. മഹാമേരുവിന്റെ മധ്യത്തിൽ ബ്രഹ്മലോകം സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ താഴ്വാരം ദിവ്യ ഔഷധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിവിശിഷ്ടമായ നാഗങ്ങൾ മഹാമേരുവിന്റെ താഴ്വാരത്തിലുണ്ട്. അതിനാൽ പാപികൾക്ക് മഹാമേരുവിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഭൂമിയെ താങ്ങി നിർത്തുന്ന അച്ചുതണ്ടായ ആ മഹാമേരുവിന്റെ ഒരു ഭാഗമാണ് കൈലാസപർവ്വതം എന്ന് പുരാണങ്ങളിൽ പറയുന്നു. സ്വർഗാരോഹണ വേളയിൽ പഞ്ചപാണ്ഡവർ കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി. എന്നാൽ തന്റെ വിശ്വസ്തനായ നായക്കൊപ്പം യുധിഷ്ഠിരന് മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞുള്ളൂ. ഭഗവാൻ ശിവശങ്കരന്റെ ഇരിപ്പിടമായ ആ കൈലാസത്തിലേക്കാണ് ഈ നിമിഷം ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൈലാസത്തിന്റെ താഴ്വരയിലെ ഡർച്ചൻ എന്ന നഗരമാണ് ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. കൈലാസ പരിക്രമണം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അനന്തമായി പരന്നുകിടക്കുന്ന ഒരു മൈതാനം, അതിന്റെ നടുവിലൂടെ ഒരു നേർരേഖ വരച്ച പോലെ സുഖകരമായ റോഡ്, വിദൂരതയിൽ പുരാണങ്ങളിലെ മഹാമേരുവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന പർവ്വതനിരകൾ. സ്വർഗത്തിനും ഭൂതലത്തിനും ഇടയിലൂടെയാണോ അതോ പുരാണങ്ങൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞങ്ങൾ ഒഴുകി നീങ്ങുകയാണ്. ഇടയ്ക്ക് ചെറിയ കവലകളും അവിടെ ചെറു കെട്ടിടങ്ങളും ടവറുകളുമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ എങ്ങും ആകെ വിജനമായി കിടക്കുന്ന ഭൂപ്രദേശം. നീലാകാശവും അതിൽ ത്രിമാനമാർന്ന മേഘച്ചുരുളുകളും ചേർന്ന് മുകളിലും കാഴ്ചകളുടെ സൗന്ദര്യമാണ്. ഏതാനും മണിക്കൂറുകളുടെ യാത്രയ്ക്കൊടുവിൽ ദർച്ചൻ നഗരത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. നഗരത്തിന്റെ ഒരു അതിർത്തിയിൽ മുഴുവൻ പിരമിഡ് രൂപത്തിലുള്ള പർവ്വത തലപ്പുകൾ നിരന്നു നിൽക്കുന്നു. അതിലേതാണ് കൈലാസം എന്നായിരുന്നു പലരുടെയും നോട്ടം. നിരന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, ഇത് കൈലാസത്തിന്റെ താഴ്വരയിലെ ഡർച്ചൻ എന്ന നഗരം. കാലങ്ങളായി മോക്ഷാന്വേഷികൾ ഈ നഗരം കേന്ദ്രമാക്കി കൈലാസ പരിക്രമണം ആരംഭിക്കുന്നു. വരാന്ത മുഴുവൻ തണുപ്പ് കടക്കാതെ അടച്ചുകെട്ടിയ ഗാങ്ഡിഷി ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കെട്ടിടങ്ങൾക്കു പിന്നിൽ കൈലാസ പർവ്വതത്തിന്റെ ഒരു ഭാഗം തെളിഞ്ഞു കാണുന്നു. പർവ്വതച്ചെരുവിൽ തെളിഞ്ഞു നിൽക്കുന്നത് മഹാദേവന്റെ മുഖമാണെന്നാണ് വിശ്വാസം. കൈലാസ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തായാണ് കൈലാസ പരിക്രമണത്തിന്റെ ബേസ് ക്യാമ്പായ ഡർച്ചൻ സ്ഥിതി ചെയ്യുന്നത്. തക്കലക്കോട്ടിനേക്കാളും ഗംഭീരമായ ഒരു വിപണിയാണ് ഡർച്ചൻ. കൈലാസ യാത്രികരാണ് ഈ നഗരത്തിൽ വന്നുപോകുന്നവരിൽ ഭൂരിഭാഗവും. കരകൗശല വസ്തുക്കളും അലങ്കാര സാമഗ്രികളും വിൽക്കുന്ന കടകളാണ് തെരുവ് കൈയടക്കിയിരിക്കുന്നത്.
ഊന്നുവടി മുതൽ ഓക്സിജൻ ഡപ്പികൾ വരെ ഈ തെരുവിൽ സുലഭം. കൈലാസ പരിക്രമണ വഴിയിൽ പ്രാണവായുവിന്റെ കുറവ് നികത്താൻ പലരും ഓക്സിജൻ ഡപ്പികൾ വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഭാഗത്ത് ധാർച്ചുല എന്ന പോലെ ചൈനീസ് ഭാഗത്ത് കുതിരക്കാരുടെയും പോട്ടർമാരുടെയും താവളമാണ് ഡെർച്ചൻ. അടുത്ത ദിവസം പർവ്വതനിരകൾക്കു പിന്നിൽ സൂര്യൻ ഉദിച്ചുയർന്നു. കൈലാസ പരിക്രമണം എന്ന മഹത്തായ നിയോഗം ഏറ്റെടുക്കുന്ന ദിവസം. ക്യാമ്പും പരിസരവും ഏറെക്കുറെ വിജനമായി കാണപ്പെട്ടു. 7 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താൽ യമദ്വാർ എന്ന സ്ഥലത്തെത്താം. അവിടെ നിന്നാണ് കൈലാസ പരിക്രമണത്തിന്റെ കാൽനട ആരംഭിക്കുന്നത്. കൈലാസ പർവ്വതനിരകൾക്കു കീഴെയുള്ള മൈതാനം പോലൊരു ഭാഗമാണ് യമദ്വാർ. യമദ്വാറിലെ ഗോപുരത്തിലൂടെ കടന്നു വേണം കൈലാസ പരിക്രമണം തുടങ്ങാൻ. മരണഭയം ഒഴിവാക്കുന്നതിനാണ് ഇത്. യമദ്വാർ കടക്കുന്നതോടെ ഈ ജന്മം അവസാനിച്ചു എന്നാണ് വിശ്വാസം. ഭൗതിക ശരീരം വിട്ടകന്ന ആത്മാവാണ് കൈലാസ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇരുവശങ്ങളിലും ശില്പങ്ങൾ പോലെ രൂപഭംഗിയാർന്ന ചെരിവുകളോട് കൂടിയ പർവ്വതങ്ങൾ. ഇടയ്ക്കുള്ള സമതലത്തിലൂടെ കടന്നുപോകുന്ന നടപ്പാതയുടെ അങ്ങേയറ്റത്തേക്ക് നോക്കിയാൽ മഞ്ഞുപർവ്വതങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു കുതിരക്കാരി യാത്രികൻ കയറിയ കുതിരയെയും നയിച്ചുകൊണ്ട് എതിർദിശയിലേക്ക് നടന്നു വരുന്നു. കൈലാസത്തിന്റെ ദർശനം ലഭിക്കുന്ന ഇടങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ മുകൾ ഭാഗമെല്ലാം മഞ്ഞ് മൂടിയിരിക്കുന്നു. കൈലാസവും കൈലാസ പരിക്രമണവും പ്രധാനമായിരിക്കുന്നത് ഹിന്ദു മതക്കാർക്ക് മാത്രമല്ല. ബുദ്ധമതം, ജൈനമതം, ബോൺ മതം എന്നിവയും കൈലാസത്തെ പരിപാവനമായി കാണുന്നു. കൈലാസ പരിക്രമണം കാൽനടയായി പൂർത്തീകരിക്കുക എന്നത് സാധാരണയായി ഒരു ബാച്ചിലെ എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിക്രമണം പൂർത്തീകരിക്കുക എന്നത് വിശിഷ്ടമായ ഒരു കർമ്മമായാണ് കാണപ്പെടുന്നത്. ജീവിതത്തിലെ അനന്യമായ മുഹൂർത്തമായും അത് കണക്കാക്കപ്പെടുന്നു. പളുങ്കുപോലൊരു ഹിമവാഹിനി നടപ്പാതയ്ക്കരികിലൂടെ തുള്ളിത്തെറിച്ച് കടന്നു പോകുന്നു. അതിന്റെ കരയിലൂടെ ഭിക്ഷാന്തേഹികളെ പോലെ ഞങ്ങൾ നടന്നു നീങ്ങുന്നു. മലഞ്ചെരുവിൽ യാക്കുകൾ മേഞ്ഞു നടക്കുന്നു. അരുവിയിലെ വെള്ളം കുടിച്ച് അവറ്റകൾ ദാഹമടക്കുന്നുണ്ട്. പാലിനും ഭാരം ചുമക്കാനും മറ്റുമാണ് യാക്കിനെ ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യൻ ഭാഗത്ത് കുതിരകളാണ് ഭാരം ചുമക്കുന്നതെങ്കിൽ ഇവിടെ ആ പണി യാക്കുകൾക്കാണ്. കാഴ്ചയിൽ അനായാസമെന്ന് തോന്നിക്കുമെങ്കിലും പ്രാണവായുവിന്റെ അഭാവം കൊണ്ട് ഈ പർവ്വതപാതകൾ നമ്മെ അങ്ങേയറ്റം പരീക്ഷിക്കും. പാതയിലെ ചെറിയ കയറ്റം പോലും ബാലികേറാമലയായി അനുഭവപ്പെടും. വിജനമായ മോക്ഷവഴിയിൽ സ്വന്തം കിതപ്പ് മാത്രം മുഴങ്ങിക്കേൾക്കും. കിതയ്ക്കാൻ വേണ്ടി മാത്രം പലതവണ നാം ഈ വഴിയിൽ നിൽക്കും. കിതപ്പാറുമ്പോൾ വീണ്ടും കാലുകൾ ചലിച്ചു തുടങ്ങും. വിഷമതകൾ എന്തും തരണം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങി പുറപ്പെടുന്നവരാണ് കൈലാസയാത്രികർ. കയറ്റവും ഇറക്കവും മഞ്ഞും മഴയും പൊരിവെയിലും വിശപ്പും കിതപ്പുമെല്ലാം ഈ യാത്രയിൽ സന്തത സഹചാരികൾ. എങ്കിലും കൈലാസ ദർശനമെന്ന ലക്ഷ്യം നമുക്ക് അഭൗമമായ ഊർജം പകർന്നുകൊണ്ടിരിക്കും. പേശികളെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. കൈലാസത്തിന്റെ താഴ്വരയിലെ ഡെറാപുക് ക്യാമ്പിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല.
എങ്കിലും അടുത്തെങ്ങാൻ കൈലാസത്തിന്റെ കാഴ്ചയുണ്ടോ എന്ന് വലതുഭാഗത്തേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. അതിന് മറുപടി എന്നോണം കൈലാസത്തിന്റെ ഒരു ശകലം 2 മലകൾക്കിടയിൽ തെളിഞ്ഞു വന്നു. മുകൾ ഭാഗം ദൃഷ്ടിഗോചരമല്ലാതെ മേഘപടലങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. കൈലാസത്തിന്റെ ഭാഗമായ പർവ്വതനിരകൾ സവിശേഷവും അനന്യവുമായ ആകാരഭംഗിയോടുകൂടി ഒരു വശത്ത് നിരന്നു കിടക്കുന്നു. നോക്കേണ്ടത് ആകാശത്തേക്കോ പർവ്വതങ്ങളിലേക്കോ താഴ്വരയിലേക്കോ എന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം കാഴ്ചകൾ ഇന്ദ്രിയങ്ങളെ ഭ്രമിപ്പിക്കുന്നു. ഡെറാപുക്ക് എത്താറായെന്ന് തോന്നുന്നു. പൊടുന്നനെ നനുത്ത തരികൾ ദേഹത്ത് പെയ്യാൻ തുടങ്ങി. അനുപമമായ ആ കാഴ്ച തീരും വരെ ഒരിടത്തു തന്നെ നിശ്ചലമായി നിന്നു. പ്രകൃതിയുടെ അനുഗ്രഹം താഴ്വരയിൽ മഞ്ഞുമഴയായി വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഡെറാപുക്ക് ക്യാമ്പിനരികിലെത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ കൈലാസത്തിലേക്കുള്ള പാത കുത്തനെ നീണ്ടുകിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മഞ്ഞിലൊളിച്ച കൈലാസത്തിന്റെ പാദം വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. ഭഗവാന്റെ ഇരിപ്പിടമായ കൈലാസത്തിന്റെ ഏറ്റവും അടുത്തെത്തണം. പറ്റുമെങ്കിൽ ആ ചരണങ്ങളിൽ ഒന്ന് സ്പർശിക്കണം. ക്യാമ്പിൽ വിശ്രമിക്കാതെ, വിയർപ്പ് തുടയ്ക്കാതെ, കിതപ്പകറ്റാതെ വീണ്ടും മുന്നോട്ട്. കൈലാസത്തിലെ മഞ്ഞുരുകിയെത്തുന്ന പളുങ്കുതീർത്ഥം ഒരരുവിയായി താഴേക്ക് കുതിച്ചു പായുന്നു. അപ്പുറത്ത് അങ്ങനെയൊരു പർവ്വതമേ ഇല്ലെന്ന കണക്കിൽ കൈലാസമാകെ അപ്പോഴേക്ക് മഞ്ഞു മൂടിക്കഴിഞ്ഞിരുന്നു. കൈലാസത്തിന്റെ പാദം മുട്ടി നിൽക്കുന്ന ചരൺ സ്പർശ് എന്ന ഭാഗത്തേക്കാണ് നടത്തം. ചരൺ സ്പർശിൽ തൊട്ടു തൊഴുന്നത് ഭഗവാനെ വന്ദിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ചിലർ മുകളിലേക്ക് പോവുകയും മറ്റു ചിലർ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് പോകുന്തോറും വഴിയിൽ മഞ്ഞു വീണ് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പൊടുന്നനെ അന്തരീക്ഷത്തിന്റെ ഭാവം മാറി. എങ്ങും ഇരുട്ടുകുത്തി. ആകാശം വീണ്ടും പെയ്യാൻ തുടങ്ങി. മഴയല്ല, മഞ്ഞ്. ഡെറാപുക്കിലെ മഞ്ഞുവീഴ്ച, ഹിമാലയത്തിലെ മഞ്ഞുവീഴ്ച, കൈലാസത്തിന്റെ താഴ്വരയിലെ മഞ്ഞുവീഴ്ച. ക്യാമറയ്ക്കുമേൽ, കയ്യുറയ്ക്കുമേൽ, തൊപ്പിക്കുമേൽ, മഴക്കോട്ടിനുമേൽ പടപടാമിടിച്ചുകൊണ്ട് മഞ്ഞു പെയ്യുന്നു. നിമിഷാർത്ഥം കൊണ്ട് ഒരു വെള്ള പരവതാനി വീശി എറിഞ്ഞ പോലെ ഡെറാപുക്ക് താഴ്വരയാകെ മഞ്ഞിൽ കുളിച്ചു. മഞ്ഞൊഴിഞ്ഞു. അന്തരീക്ഷം പാതി തെളിഞ്ഞു. മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൈലാസമെന്ന മഹാസത്യം, അനന്യവും അമേയവുമായ ആത്മീയ ചൈതന്യം, സാക്ഷാൽ ശിവലോകം. कैलाश पर्वत के दर्शन कर लो, और जो अगर देखना चाहो तो ये बीच में जो वी बन रहा है 2 पहाड़ों के बीच में, उसके बिल्कुल ऊपर एक काले रंग की फिगर है. वो बाल गणेश जैसे फुटबॉल खेलते हुए हैं. बाकी आज बर्फ़ बहुत पड़ी है ऊपर, तो दर्शन ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന ശിവലിംഗം പോലെ ആർഷഭാരത സംസ്കൃതിയുടെയും വിശ്വവിജ്ഞാനത്തിന്റെയും ഉറവിടമായ കൈലാസം കൺമുന്നിൽ നിൽക്കുന്നു. പ്രകൃതിയാൽ പാലഭിഷേകം ചെയ്യപ്പെട്ട പോലെ അതിനുമേൽ വെണ്മ വഴിയുന്നു. കൈലാസത്തിന് മുകളിൽ ആകാശവും മേഘങ്ങളും നിശ്ചലമായി കാണപ്പെട്ടു. അതിന്റെ താഴ്വരയിലൂടെ നടക്കുന്ന മനുഷ്യർ ഉറുമ്പുകളെ പോലെ തോന്നിച്ചു. ദൂരങ്ങൾ താണ്ടി വന്ന യാത്രികർ പരമാനന്ദം അനുഭവിക്കുന്നത് ഇവിടെയാണ്. സ്വപ്നമോ സത്യമോ എന്ന് നിശ്ചയമില്ലാത്ത കാഴ്ചയുടെ അമൃതം നുകരുന്നത് ഇവിടെയാണ്. ഭക്തിയുടെ പരകോടിയിൽ മിഴികൾ ആനന്ദധാര പൊഴിക്കുന്നതും ഇവിടെയാണ്.
മിലാരേപ്പ എന്ന ബുദ്ധ സന്യാസി ആരോഹണം ചെയ്തുവെന്ന ഒരു കഥ ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ടാണ് കീഴടക്കപ്പെടാത്ത ഒന്നായി കൈലാസം അവശേഷിക്കുന്നത്? ലോകത്തിന്റെ അച്ചുതണ്ടെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള വൈശിഷ്ട്യം കൈലാസത്തിനുണ്ടോ? നിരവധി ദുരൂഹതകൾ ഉള്ളിലൊളിപ്പിച്ചുകൊണ്ടാണ് കൈലാസം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നായും സ്വർഗത്തിലേക്കുള്ള കവാടമായും കൈലാസം വർണ്ണിക്കപ്പെടുന്നു. പാണ്ഡവർക്ക് മോക്ഷം പ്രദാനം ചെയ്ത കൈലാസം, പാപങ്ങളിൽ നിന്ന് ഏവരെയും മുക്തരാക്കുന്ന കൈലാസം, അതിന്റെ ദർശനമാത്രയിൽ നാം മൺതരി കണക്കെ ചെറുതായി പോകുന്നു. ഒരു വട്ടം കൈലാസം ദർശിച്ച യാത്രികർ വീണ്ടും അവിടെ എത്തിച്ചേരുന്ന ദിവസം മനസ്സിൽ കുറിക്കും. തെളിഞ്ഞ ചിന്തയും അഹംബോധത്തിന്റെ ഭാരമേതുമില്ലാതെ പാറിപ്പറക്കുന്ന മനസ്സുമായി നേരമിരുട്ടുമ്പോൾ പതുക്കെ അവർ പിന്തിരിയും. തിരിച്ചു നടക്കുമ്പോഴും തുടരെ തുടരെ പലതവണ ആ മഹാസത്യത്തെ പിന്തിരിഞ്ഞു നോക്കും. കണ്ട കാഴ്ചകൾ സ്വപ്നമല്ലെന്ന് പലകുറി മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും.